ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഇത് കുക്കുവിൻ്റെ 10th ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ്റെ ഫോട്ടോസാണ്. കുക്കുവിന് കിട്ടിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റിൻ്റെ ഒരു വീഡിയോ സർപ്രൈസും വീഡിയോയും അത് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിലുള്ളത്. After that you guys have to guess, okay? അതല്ല ഉള്ളിലെത്തിട്ടതല്ല ആര് തന്നു. ഓപ്പൺ ഇറ്റ്. ഗസ്സൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പറ. നവി ചേച്ചി നവി ചേച്ചിക്ക് അയച്ചു കൊടുക്കാം. ഹേ ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ DIY ലിപ് ബാമാണ്. ഓക്കെ സ്റ്റാർട്ട്. ഓക്കെ, സോ ഇതിനകത്ത് ഞങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നേക്കുന്ന ഒരു കണ്ടെയ്നറാണ്. പിന്നെ അവർ ഒരു സ്കൂപ്പ് ഉണ്ട് തന്നിട്ടുണ്ട്. പിന്നെ ഷിയ ബട്ടർ തന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഫ്ലേവർ, ഇങ്ങനെ മണം വരാനായിട്ട്, സെൻറ്റ് വരാനായിട്ട് സ്ട്രോബെറിയും മിൻറ്റും വാട്ടർമെലനും തന്നിട്ടുണ്ട്. ഫ്രാഗ്രൻസ് അല്ലേ, ഫ്ലേവർ. പിന്നെ ഒലിവ് ഓയിൽ തന്നിട്ടുണ്ട്. പിന്നെ ഇത് ഡ്രോപ്പ് ചെയ്യണ സാധനം പോലെ തന്നിട്ടുണ്ട്, ഫില്ലർ. പിന്നെ ബീസ് വാക്സ് തന്നിട്ടുണ്ട്, നമ്മൾ മെൽറ്റ് ചെയ്യണം. പിന്നെ നല്ലൊരു മണല്ലോ. സ്റ്റിക്കും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. സ്കാൻ ഫോർ. പിന്നെ ഞങ്ങൾക്ക് ലേബിളും തന്നിട്ടുണ്ട് ലിപ് ബാമിൻ്റെ. സ്റ്റിക്കർ പോലെ ഇങ്ങനെ ബോട്ടിൽ. പിന്നെ ഇത് മിക്സിംഗ് കണ്ടെയ്നറാണ്. ഇത് മൈക്രോവേവ് ചെയ്യണമല്ലേ വാക്സ്. മൈക്രോവേവ്. അപ്പോൾ ഇതിൽ മാനുവലുണ്ട്. സ്റ്റെപ്സ് നോക്കി ചെയ്യാം. കുക്കിന് ഞാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ കേട്ടോ. കുക്ക് വായിച്ചിട്ട് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പറയണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് മിക്സ് യുവർ ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് ഈ കപ്പ് വേണം. യു വിൽ ബി വർക്കിംഗ് വിത്ത് 4 ഇൻഗ്രീഡിയൻസ്. ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ബീസ് വാക്സും ഒലിവ് ഓയിലും ഷിയ ബട്ടറും പിന്നെ ഫ്ലേവർ നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് എൻ ഈസി ബേസ് ഫോർമുല. അപ്പോൾ 1 സ്കൂപ്പ്. അപ്പോൾ സ്കൂപ്പ് എവിടെ പോയി? ഇതാണ് സ്കൂപ്പ്. 1 സ്കൂപ്പ് ഒലിവ് ഓയിൽ. സൂക്ഷിച്ചെടുക്കണേ, തുറക്കണം. സൂക്ഷിച്ചൊഴിക്കണേ. വരുന്നുണ്ടോ വേഗം? ഇല്ല. ഓക്കെ, അപ്പോൾ ഇതും കൂടെ നമുക്ക് തുറന്നു നോക്കാം. ഇനിയിപ്പോൾ അത് വയ്ക്കണം കേട്ടോ. അമ്മ ഫുള്ള് തുറന്നിപ്പം. സ്കൂപ്പ് കാണിച്ചു കൊടുക്കുക വീഡിയോ. ഒരു സ്കൂപ്പ് കിട്ടിയിട്ടുണ്ട്. താഴത്ത് കാണുന്നില്ല. സ്കൂപ്പ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഈ മിക്സിംഗ് കപ്പിലോട്ട് ഒഴിക്കാം. അല്ല, ഇട്ട് പോയി കുഞ്ഞ്, നമുക്ക് എടുക്കണം. അപ്പം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തോ. പിന്നെ 1 സ്കൂപ്പ് ഷിയ ബട്ടറാണ്. പാക്കറ്റ് ഫിൽ ദ സ്കൂപ്പ് കംപ്ലീറ്റ്ലി. സ്കൂപ്പ് കംപ്ലീറ്റ്ലി ഇത്ര ഷിയ ബട്ടർ ഉണ്ട്. നമ്മൾ ഇത് കഴുകേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഷിയ ബട്ടർ എന്നാലും ഷിയ ബട്ടർ പെട്ടെന്ന് ഇറങ്ങിപ്പോളൂ കേട്ടോ.
സ്കിപ്പ് ചെയ്തൊക്കെ തിക്കാണോ? കുറച്ച് തിക്കായിരുന്നു. അതിനാണ് നമുക്കിത് തന്നിട്ടില്ല, നമുക്കിത് ഇതാക്കിയെടുക്കാം. ഫില്ലാക്ക് കുക്കു, ഫില്ലാക്ക്. ഇതിലിങ്ങനെ ഫില്ലാക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് വേണ്ടേ, അല്ലെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി മാറും. ലിപ് ബാമിൻ്റെ ഫുള്ളായിട്ടില്ലേ? ഏകദേശം ഫുള്ളായി. കുറച്ചുകൂടെ ഇടണോ? ഡു യു തിങ്ക്? ഓക്കെ ഓക്കെ. സ്കൂപ്പ് ഫുള്ളായില്ലേ? സ്കൂപ്പ് ഫുള്ളാക്കിയിട്ടുണ്ട്. അതിലേക്ക് അത് ഇതിലേക്ക് അങ്ങനെ വരില്ല. മോള് ഇതുകൊണ്ട് ചീസ് ആ ഷേപ്പിൽ വന്നില്ല കുക്ക. കുറച്ചധികം തിക്കാണ്. ഒരു പേപ്പർ ടവൽ എടുത്തിട്ട് വരാം. എപ്പോൾ വരാം? അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത് ബീസ് വാക്സ് ആണ്. 1 സ്കൂപ്പ് ബീസ് വാക്സ് ചിപ്സ്. ഇതാണ് ടിഷ്യൂ ജസ്റ്റ് സ്പാച്ചുല ഇതിൽ വെച്ചു. ഇത് തുറന്നിട്ട് നമുക്കെടുക്കാം. അതിന് സ്കൂപ്പ് ചെയ്യല്ലേ, അപ്പം അതിലോട്ട് ഇതാവില്ലേ, നമുക്കിങ്ങനെ ചെരിഞ്ഞാലോ? കഴുകിയാലോ? കഴുകണ്ട പൊണ്ണ, ഇറ്റ്സ് ഓക്കെ. പക്ഷെ നമുക്കിങ്ങനെ കുഞ്ഞിത് പിടിക്കുക സ്കൂപ്പ്, ഇത് പിടിക്കുക സ്കൂപ്പ് പിടിക്കുക. നമുക്കിത് മൈക്രോവേവിൽ ചെയ്യണം. അപ്പോൾ അത് കാരണം കുട്ടികളിത് ചെയ്യുമ്പോൾ അഡൽട്ട് സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലവന മാനുവല് മതി. സോ ഇത്ര 1 സ്കൂപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് സെറ്റാം. പിന്നെ എന്താകും, ഞാൻ അടുത്ത വായിച്ചു. പിന്നെ ഐ ഫീൽ ലൈക്ക് യു ഹാവ് ടു മെൽറ്റ് ഇറ്റ്. നോക്കി നോ നീഡ്. അതിൻ്റെ കൺസിസ്റ്റൻസി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സ്കൂപ്പിൽ ഇത്ര ഇട്ട് കഴിഞ്ഞാൽ റെഗുലർ, സോഫ്റ്റ്, അങ്ങനെയൊക്കെ ഹാർഡ് ടൈപ്പ് ഒക്കെ ആക്കണമെങ്കിൽ എത്ര സ്കൂപ്പ് ഇടണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ റെഗുലറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി പറയണത് അമ്മ വായിക്കട്ടെ. സ്റ്റെപ്പ് 2, മെൽറ്റ് ആൻഡ് മിക്സ്. Melt your ingredients, place your mixing cup in the microwave and heat on high for 15 seconds at a time. Stir between each round until everything is fully melted. This usually takes 3 to 5 rounds. അപ്പോൾ നമ്മൾ 15 seconds 3 to 5 റൗണ്ട്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് സ്റ്റിർ ചെയ്ത് പിന്നെയും വാമാക്കണം. ഡിപ്പെൻഡിങ് ഓൺ യുവർ മൈക്രോവേവ്. മൈക്രോവേവ് നോ പ്രോബ്ലം. മൈക്രോവേവ് ഇല്ലാത്തവർക്ക് ചെയ്യാനുള്ള രീതിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്ലേവർ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് മൈക്രോവേവിലെ അമ്മ ചെയ്തിട്ട് വരട്ടെ. കുഞ്ഞും നമുക്ക് പോവാം മൈക്രോവേവ് ചെയ്യാൻ. നമുക്ക് പോയിട്ട് മൈക്രോവേവ് ചെയ്യാം. അപ്പം ഞാൻ ഇനി ഇത് മൈക്രോവേവിൽ വെക്കാൻ പോവാണ്. 15 സെക്കൻഡ്സ് കേട്ടോ. സ്റ്റിക്ക് മാറ്റണേ. അപ്പോൾ 15 സെക്കൻഡ്സ് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്റ്റിർ ചെയ്യണം. ചൂടുണ്ടോ കുഞ്ഞാ? ഇല്ല. ഒന്ന് സ്റ്റിർ ചെയ്തിട്ട് പിന്നെയും നമ്മൾ വെക്കണം. ശരിക്കും സ്റ്റിർ ചെയ്താ പേടിയാണോ? ഓക്കെ. ഇത് പിടിച്ച് അമ്മ വെക്കാനാണ് പേടിയാണ്. അടച്ചോ? ബാക്കി 15 സെക്കൻഡ്. അപ്പോൾ ഞങ്ങൾ എക്സ്ട്രാ ടൈം ഹീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? അത് മെൽറ്റായി. പിന്നെയും മെൽറ്റായി കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ക്യാമറ ഇങ്ങനത്തെ ഉപയോഗിക്കാം. മെൽറ്റായി കണ്ടോ? വെള്ളം പോലെയായി. വെള്ളം പോലെ. ഇത് ശരിക്കും ഞാൻ വിചാരിച്ചതിൽ ഇങ്ങനെ മെൽട്ടായി ഇരിക്കാൻ പാടില്ലെന്ന്, ഹാർഡായിട്ട് ഇരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് ശരിക്കും ഈ മെൽട്ടായ രൂപത്തിൽ നമ്മൾ വേഗം ഇതിലേക്ക് ഇത് ഒഴിച്ച് വെച്ചിട്ട് പോർ ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഫില്ലർ ഉപയോഗിച്ചിട്ട് നമുക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് ഈ സാധനം നമ്മൾ അനക്കാതെ വെക്കണം ഒരു മണിക്കൂറെങ്കിലും. അപ്പോൾ അത് ഹാർഡാവും. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഐ ആം സോ ഹാപ്പി കുക്ക. നമ്മളങ്ങനെ സ്വന്തമായിട്ട് ലിപ് ബാം ഉണ്ടാക്കി. യെസ്. ഞാൻ പണ്ട് എങ്ങനെ ഉണ്ടാക്കാനൊക്കെ നോക്കുമായിരുന്നു. പക്ഷെ അതിനുള്ള സാധനങ്ങളില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലല്ലേ. അപ്പോൾ നമ്മൾ ആരോട് താങ്ക് യു പറയണ്ടേ? നവി ചേച്ചിയോട് പറയണ്ടേ താങ്ക് യു നവി ചേച്ചി പറ. താങ്ക് യു നവി ചേച്ചി. നവ്യ ഞങ്ങളുടെ എൻ്റെ ഒരു അനിയത്തിക്കുട്ടിയാണ് നവ്യയാണ് ഇവർക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തത്. ബർത്ത്ഡേക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ്. ഇവർക്ക് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് അയച്ചു കൊടുത്തതാണ്. ഇത് കുക്കുവിൻ്റെ ഗിഫ്റ്റ്. അമ്മുവിന് വേറെ ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. അപ്പം ഇവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ എക്സ്പെക്റ്റ് ചെയ്തില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി. നവ്യ അങ്ങനെ ഒരു എന്താ പറയുക, തോട്ട്ഫുള്ളായിട്ടുള്ളൊരു ലവിങ് ജസ്റ്റർ ചെയ്തപ്പം ഭയങ്കര സന്തോഷം തോന്നി.
അപ്പം നമ്മളിതിന് ഇത് വർത്താനം പറയണ്ട, വേഗത്തിലേക്ക് വയ്ക്കാം അല്ല കുഞ്ഞിന് വയ്ക്കണമെന്നുണ്ടാ? ഇല്ല, ചൂടുണ്ടാവും ചിലപ്പോൾ. പേടിത്തൂരിയാണ് കുക്കു പേടിത്തൂരിയാണേ, കുക്കുമ്മ പേടിക്കുട്ടിയാണേ. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് ഈസ് ഇനഫ്. നീ അത് അങ്ങോട്ട് നീക്കി വെച്ചിട്ട് അടുത്ത കണ്ടെയ്നർ എടുക്കാം. അടുത്ത കണ്ടെയ്നർ പറഞ്ഞാൽ അമ്മച്ചിക്ക് കൊടുക്കാം. അമ്മച്ചിക്ക് പർപ്പിളൊന്നും ഇഷ്ടപ്പെടാൻ വഴിയില്ല, വൈറ്റ് എടുക്കാം. അത് വേഗം വേഗം ഇതിനൊന്നും 1 മണിക്കൂറൊന്നും വേണ്ടി വരില്ല കേട്ടോ. പക്ഷെ മൊത്തത്തിലായി നമ്മൾ ചുണ്ടത്തിടുമ്പോൾ അതിങ്ങനെ അകത്തോട്ട് പോവാതിരിക്കാനായിട്ട് വേണമെങ്കിൽ 1 മണിക്കൂർ 1/2 മിനിറ്റ് ആയാലും വെച്ചാൽ മതി. നമ്മളിത് ആദ്യമായിട്ട് ചെയ്യണോണ്ടാണ് കേട്ടോ കുഞ്ഞാ നമുക്കിത് അറിയാഞ്ഞേ. ഇത് അയ്യോ ഞാൻ ആ കണ്ടെയ്നർ താത്തൊന്നും നോക്കിയില്ല കേട്ടോ. താത്തിണ്ടായിരുന്നു. ഇത് ശരിക്കും നമുക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ച ഒരു ബോട്ടിലിനുള്ളതേ കിട്ടുള്ളൂന്ന്. ഇതിനി മെൽറ്റ് ചെയ്യേണ്ടി വരും കുഞ്ഞ, എന്നാലും ഇതിലേക്ക് ആക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അമ്മ മെൽറ്റ് ചെയ്തിട്ട് വന്നാലോ, ഒന്നും കൂടി പോയിട്ട്. ഇത് ഇത് ഇതൊരു ബാച്ചാ നമ്മൾ ഉണ്ടാക്കിയ ഒരു ബാച്ച് ലിബാമ. അപ്പം അത് അമ്മതൊന്നുകൂടി വാമാക്കട്ടെ, ഇത് പണിയാണല്ലോ കുഞ്ഞ. ഇത് അങ്ങോട്ടിട്ടാലോ, ഞാൻ അതൊന്നുകൂടി വാമാക്കട്ടെ. സമയം എടുത്തപ്പോഴേക്ക് അത് കട്ട് ഞാനൊന്ന് വേഗം എടുത്തിട്ട് മെൽറ്റാക്കിയിട്ട് വരാം. മൈക്രോവേവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഞങ്ങൾ മൈക്രോവേവിൽ വെച്ചപ്പോൾ ഒരു 30 സെക്കൻഡ്സ് 3-4 വട്ടം വെച്ചിട്ടുണ്ടായിരുന്നു. 4-5 വട്ടം വെക്കേണ്ടി വന്നു. എന്നിട്ട് ആ ബീ വാക്സ് മെൽറ്റായത്. അപ്പം ഏത് ഫ്രാഗ്രൻസ് ഉപയോഗിക്കാൻ പോകുന്നത്? വാട്ടർമെലൻ ആണോ? വാട്ടർമെലനും സ്ട്രോബെറി മിന്റ് ആണ് ഉള്ളത്. വാട്ടർമെലൻ ഉപയോഗിക്കണം. ഓക്കെ, അവർ പറഞ്ഞിട്ടുള്ള എന്താ അറിയോ കുഞ്ഞ, add your flavor, use up to 7 to 8 drops of flavoring per batch, stir well so the flavor blends. ഓക്കെ, അപ്പോൾ ഒരു നമ്മളിതൊരു ബാച്ചിൽ ഉണ്ടാക്കിയത്. അപ്പോൾ 7 to 8 ഡ്രോപ്സ് ആയിട്ട് വെച്ചാൽ മതി. ഇത് അതിൻ്റെ ആവശ്യമില്ല. ഇതെന്തിനാണെന്നറിയോ കുഞ്ഞ, അത് ഇതിൽ നിന്ന് ബോട്ടിലേക്ക് ഈ കണ്ടെയ്നറിലേക്ക് ആക്കാനുള്ളതാണ്. യു ക്യാൻ ജസ്റ്റ് കൗണ്ട് ആൻഡ് ഡ്രോപ്പ്. It's okay, let it be there. പൊന്നിപ്പം എന്താ വീണേ? വലിയ കഷ്ണം വീണ പോലെ കുഞ്ഞു. എൻ്റെ അറ്റത്ത് സാധനം വീണത്തന്നെ, അതിൻ്റെ മുകളിൽ നിന്ന് റിമ്മ് വീണതാ. ക്ലീൻ ചെയ്യാം കുഞ്ഞു. ചെയ്യ വേഗം, അല്ലെങ്കിൽ പിന്നെ മെൽറ്റ് ചെയ്യണം. ഡ്രോപ്സ് കൗണ്ട് ചെയ്തിട്ടിടണം പൊന്ന, അങ്ങനെയല്ല ചെയ്യാം. കുഞ്ഞിങ്ങനെ ഡ്രോപ്സ് ഇടാറിയോ? ഇങ്ങനെ സ്ക്യൂസ് ചെയ്യുക ചെറുതായിട്ട്, അപ്പോൾ അത് വീഴും. 1 2 3 ചെയ്യ്, അങ്ങനെ പഠിക്കുക. ചെയ്യ് 4 5 6 സ്ലോ ഡൗൺ 7 8 മതി. അത് തിക്കാക്കിക്ക് കുഞ്ഞ. അത് അല്ല, അത് മിക്സി സാധനം വീഴുന്നുണ്ടായിരുന്നു കുഞ്ഞ. സ്കൂപ്പർ അല്ലേ. ഇനി കുഞ്ഞു ഇത് വേഗം ഏത് കണ്ടെയ്നറിലേക്ക് ഇടുന്നത്? അപ്പം നമ്മളൊന്നുകൂടി മെൽറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നുകൂടി ഓവനിൽ വെക്കേണ്ടി വരും. കുഞ്ഞു ഏതിലേക്ക് ആക്കണ്ടേ? ഏത് കണ്ടെയ്നർ, ഏത് കളറ് വേണ്ടേ? പീച്ച്, ഓറഞ്ച്, ഗ്രീൻ, പർപ്പിൾ, പിങ്ക് എടുക്കണ്ട. കുഞ്ഞല്ല പറയേണ്ടത്. അതിലെന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ റീഫിൽ ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. Once your mixture is ready, make sure your lip balm container is open and retracted. In other words, check that once you are using your lip balm, you will be able to twist it. നമ്മളിങ്ങനെ നോക്കണമെന്ന് കണ്ട, അങ്ങനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് ഹൈയിലേക്ക് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒഴിക്കാൻ സ്ഥലം ഉണ്ടാവില്ലല്ലോ ഇത് ലിപ് ബാമിൻ്റെ. അപ്പം നമ്മളിത് താഴത്തോട്ട് ആക്കിയിട്ട് നമ്മളിതിലേക്ക് ഒഴിക്കണം. ഓക്കെ, ഇനി മതി കുഞ്ഞാ, അത് വേഗം മെൽറ്റാക്കണോ? അത്ര ആയോ? നോ, ഇത് 1 മണിക്കൂർ 30 to 60 minutes ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ചെരിച്ച് ഒഴിക്കണമായിരുന്നു, മെൽറ്റാക്കണം. ഇത് കണ്ടോ, ഒന്നും കൂടി തിക്കായിപ്പോയി. ഞങ്ങൾ ഒന്നും കൂടി മെൽറ്റാക്കിയിട്ട് വരാം. എന്നിട്ട് വേഗം ഒഴിച്ച് വെക്കണം. എന്നിട്ട് അതിലിരുന്ന് തിക്കാവണം. ഓക്കെ, അപ്പം അമ്മ വേഗം ഇതൊന്നും ഒന്നും കൂടി നാട്ടിയിട്ട് വരാം കേട്ടോ. അപ്പോൾ വരാം ഇട്ടേ. അപ്പം നമ്മളിത് മെൽറ്റായിട്ട് കൊടുന്നു. ഇനി വേഗം ഒഴിച്ചില്ലെങ്കിൽ വർത്താനം പറഞ്ഞാൽ അത് വേഗം
ഇതാവും കുഞ്ഞത്തിക്ക. ഓക്കെ, വേറെ കണ്ടെയ്നർ വേഗം എടുക്ക് കുക്കു. നീങ്ങ ഇത് വേണ്ടേ എന്തെങ്കിലും എടുക്ക്. പർപ്പിൾ എടുത്തിട്ടുണ്ട്. അത് ഷുവർ അത് അടിയിലാന്ന്. ഈ സാധനം നമ്മുടെ കയ്യിൽ നിന്ന് വീഴുപ്പോ. പിന്നെ മെൽട്ടായി. തിക്കാവണ എന്താണോ ഇങ്ങനെ? പിന്നെ മെൽറ്റാക്കേണ്ടി വരുമോ? എന്തത് പണിയാണ് ഇത്. പിന്നെ മെൽറ്റാക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ടെക്സ്ചർ മെൽറ്റാക്കിയിട്ടുണ്ടെന്നോ, ഒരു 30 സെക്കൻഡും കൂടെ മെൽറ്റാക്കിയിട്ടുണ്ടെന്നോ. ഇപ്പൊ വരാം, മെൽട്ടാക്കിയിട്ട് ഇപ്പൊ വരാം. അപ്പൊ ഞങ്ങള് ഒഴിക്കാൻ നമ്മൾ മെൽറ്റാക്കി വന്നിട്ടുണ്ട്. ഞാൻ വേഗം ഒഴിക്കട്ടെ കുഞ്ഞു ടിഷ്യൂൻ്റെ വെച്ച്. എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഒഴിക്കാൻ പറ്റില്ലായിരിക്കും. തിക്കാവണ്ട വെച്ചിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നത്. പെട്ടെന്ന് അങ്ങനെ ആവുന്നില്ല. പെട്ടെന്ന് കുക്കു ചേച്ചി തരുന്ന ഉപദേശം വെച്ചിട്ട് കുഞ്ഞു കുട്ടികളൊക്കെ അതുപോലെ ചെയ്യണം. ആണോ കുക്കു? അമ്മമാരുടെ കൂടെ ഒറ്റയ്ക്കല്ല. ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ല. കൊള്ളും. കുക്കു ചേച്ചിക്ക് ഒരു പേടിയാണ്. അപ്പൊ കുട്ടികൾ കുക്കു ഞാൻ വിചാരിക്കില്ലതും കൂടെ അത് മെൽറ്റ് ആയിക്കോട്ടെ. നമ്മൾ ഉണ്ടാക്കിയില്ലേ, കളയാൻ പാടുണ്ടോ കുക്ക? 4 കൂടി ഉണ്ട്. അയ്യോ, ഉള്ളപ്പോ വീട്ടിൽ മുഴുവൻ അറിയോ? ഇപ്പൊ തന്നെ നിറച്ചാല് നിറക്കില്ല ഞാൻ. അയ്യോ സോറി കുക്ക. റിയലി സോറി കുക്ക. വയസ്സായാലും പ്രശ്നമില്ല. കണ്ണൊന്നും കണ്ടുകൂടി അമ്മയ്ക്ക്. എന്തി കാണിക്കണത് അല്ല കുഞ്ഞാ? അയ്യോ കുഞ്ഞത് ശരിക്കും കട്ടിയാവണ്ടിട്ടോ വേഗം. സോറി കുഞ്ഞു, ഞാൻ ഇത് ഉണങ്ങി ഇത് ഇതായി കഴിയുമ്പോൾ ഞാൻ തുടച്ചു തരേ. അതായത് ഒരെണ്ണത്തിലേക്ക് കൂടി ഉള്ളതുണ്ടാവും. ഏതെങ്കിലും കളർ, ഏത് കളറൊന്നും പ്രശ്നമില്ല. ഇപ്പം എല്ലാ കളറും ആയില്ലേ? 3 കൂടെ ഉള്ളൂ. കുഞ്ഞു കണ്ടെയ്നേഴ്സ് റീയൂസ് ചെയ്യാം. വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിതിൽ പിന്നെയും ഉണ്ടാക്കി നിറയ്ക്കുമല്ലോ. ചതിക്കരുത്, ഉള്ളിൽ പോകും. പ്ലീസ് പ്ലീസ് യു ക്യാൻ ഡു ഇറ്റ്. പെട്ടെന്ന് തിക്കായി. എന്താലേ സോറി, കുഴപ്പമില്ല. ടിഷ്യൂ എന്തായാലും നല്ലതായത്. ഇതിൽ കുറച്ച് ഗ്യാപ്പ്. ഓ മൈ ഗോഡ്. കുക്കുന് ഓർമ്മയുണ്ടോ നമ്മളന്ന് പുറത്തേക്ക് എടുത്തില്ലായിരുന്നോ? കുക്കു എടുത്തില്ലേ മെൽട്ടാക്കും അമ്മ ഷേപ്പ് ഇല്ല എന്ന് പറഞ്ഞിട്ട്? ഇല്ല, നല്ല ഷേപ്പ് ആയിരുന്നു. അത് വൈറ്റ് ആയിരുന്നു. ഞാൻ ഷേപ്പ് ഇല്ല എന്ന് പറഞ്ഞത്. നല്ല ഷേപ്പ്, വൈറ്റ് ഫുൾ ആയിട്ടിരിക്കുന്നു. എന്തോ അങ്ങനെ ചെയ്ത് എന്റെ പിങ്കിനെ എനിക്ക് സ്കൂളിലോട്ട് കൊണ്ടുപോകാനായിരുന്നു. സ്കൂളിൽ കൊണ്ടുപോ. അമ്മ അതിനകത്തോടെ എനിക്ക് കയറ്റാൻ വേണ്ടി സമ്മതിക്കില്ല. വേറെ പിങ്ക് എടുത്തിട്ടില്ലേ കുട്ടി? ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഭംഗിയില്ലാത്ത ഷേപ്പൊക്കെ അമ്മ ഉപയോഗിച്ചോളാം. ഇറ്റ്സ് ഓക്കെ. നല്ല ഷേപ്പ് ഒന്നും ഇല്ല ഇതിനകത്ത്. എല്ലാം നല്ല ഷേപ്പിലിരിക്കണം, അങ്ങനെ പറയല്ലേ. പിങ്ക് എന്ത് പോലെയായി. ഓ മൈ ഗുഡ്നസ്, സോറി കുക്ക. ഞാൻ വിചാരിച്ച കുക്ക് വേറെ പിങ്ക് എടുത്തിട്ടുണ്ടാവുന്ന. ഞാൻ ഷേപ്പാക്കി തരാം. കുക്ക് മിക്ക തന്നെ ഓടിപ്പിക്കും കേട്ടാ. നമുക്കൊന്നും വേസ്റ്റ് ആക്കരുത് എന്നുള്ള ഒരു ക്യാരക്ടറാണല്ലേ. സോറി കുക്ക്, ഷേപ്പാക്കി തരാം. ഇതാ ഇപ്പോൾ ഫ്ലാറ്റ് ആയില്ലേ? ഓക്കെ, കുക്കുവിൻ്റെ പിങ്ക് ഇപ്പോൾ ഫ്ലാറ്റ് ആയില്ലേ? നിങ്ങൾ പറ, ഫ്ലാറ്റ് ആയില്ലേ? ഫ്ലാറ്റ് ആയി കുക്ക. ഇത് ഭംഗിയാ കുക്കു. കുക്ക് എത്ര ഉണ്ടാക്കിന്ന് പറയാതെ. ഓ മൈ ഗോഡ്, കൈ ആകെ ഒട്ടണം. 7 ഉണ്ടാക്കിട്ടോ. അത് എടുത്ത് വെക്ക്. എത്ര ഉണ്ടാക്കി? എങ്ങനെയാണോ സ്വീറ്റ് ആക്കണം. 3 ബാക്കിയുള്ള 7 ഓക്കെ, എടുത്ത് വെക്ക്. അത് അമ്മ ക്ലീൻ ചെയ്തോളാം. അത് കഴുകണം പൊന്നാ. ഇത് കാണാമല്ലോ. ഓക്കെ, ഇങ്ങോട്ട് വയ്ക്കുമ്പോഴാണ് കൂടുതൽ കാണും. എനിക്കിത് ഇഷ്ടമായിട്ടോ. പർപ്പിൾ ക്ലീൻ ഫിനിഷ് ആയിട്ടുണ്ട്. പക്ഷേ കണ്ടെയ്നറിൽ പോയി. അത് നമുക്ക് തുടയ്ക്കണേ കുഞ്ഞ്.
ഓ ഇവൻ ഓറഞ്ചും ഇതായിട്ട് വന്നു. ആണോ? താങ്ക് യു മമ്മി. ഐ സോറി. ക്ലീനിങ്ങും വാഷിങ്ങും ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് തിരിച്ചു വെക്കണ ഈ കണ്ടെയ്നേഴ്സ് ഒക്കെ, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റില്ല. ടിഷ്യൂ ഉണ്ടാ? എന്ത് തുടയ്ക്കാനാ? പുറം വശം തുടയ്ക്കാം. നമുക്ക് തുടയ്ക്കാം. അത് ലാസ്റ്റ് അത് കുറച്ചു നേരം അതിന് വെറുതെ ഇരുത്താ കുക്ക. വെറുതെ ഇരുത്താൻ എനിക്ക് പറ്റില്ല. നിൽക്കുക, അത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് ക്ലീൻ ചെയ്യാം. അതൊന്ന് ഹാർഡാവട്ടെ. ഞാൻ ഉപയോഗിച്ചോളാം പൊന്നു. അടച്ചു വെക്കണ്ടേ നീ? അടയ്ക്കാൻ സ്ഥലമില്ലല്ലോ, പകുതിയിലധികം സാധനങ്ങൾക്ക്. വെയിറ്റ് അടയ്ക്കാൻ പറ്റും. എത്ര ആക്കി കുക്ക് പറയാതൊക്കെ? 7 ആക്കി. ഓക്കെ, 7 കിട്ടിട്ടോ. 3, 6, 7 ആക്കി. അപ്പം നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് ഹാർഡായിട്ട് ഉപയോഗിച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പം നമ്മൾ ലിപ് ബാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ട് വെക്കാം. ഹാർഡായാ? ഹാർഡായിട്ടുണ്ട്. ഫീൽ ചെയ്യണ്ടത് ഞാൻ നല്ല സോഫ്റ്റ് ആണ്. മോയിസ്റ്റ് ആയാ? ലിപ്പ് മോയിസ്റ്റ് ആയി. ഇഷ്ടമായോ? എനിക്കിഷ്ടം.